തന്റെ കൈ ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അനിൽകുമാറിന് അത് നൽകിയത് ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകുമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കപ്പുറം ദേശീയ ദുരന്തത്തിന്റെ ഗണത്തിൽ ചൂരൽമല ഉരുൾപൊട്ടൽ പിടില്ല എന്ന് കേന്ദ്രം പറയുമ്പോൾ എല്ലാവർക്കുമൊപ്പം ഈ യുവാവിന്റെയും ഉള്ള് പൊള്ളുകയാണ്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ കിടക്കാൻ നേരത്തായിരുന്നു പ്രധാനമന്ത്രി ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. വന്നപ്പോൾ സംസാരിച്ചു. ഞാൻ അവരെ ചോദിച്ചു എങ്ങനെയാണ്, എന്താണ്, കുറവുണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്, പുറത്തായിരുന്നു. വന്നതിന് ശേഷം ഇതാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. എൻ്റെ 2 വയസ്സ് മോനും അമ്മയൊക്കെ പോയിട്ടുണ്ട്. ചേർത്തു പിടിച്ചു പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അത് രാജ്യത്തിന്റെ തന്നെ വാക്കാണെന്ന് കരുതി. എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം കേൾക്കുന്ന വാർത്തകൾ ഉള്ളുലയ്ക്കുന്നു. അനിൽകുമാർ പതിയെ പറഞ്ഞു. ആഗ്രഹിച്ചു മോഹിച്ച് നിർമ്മിച്ച വീട്ടിൽ കഴിഞ്ഞത് 10 ദിവസം മാത്രം. 2.5 വയസ്സുകാരൻ മകൻ ശ്രീനിഹാലിനെ കണ്ട് കൊതി തീർന്നില്ല. അമ്മ ലീലാവതിയെ സ്നേഹിച്ച് മതിയായിട്ടില്ല. നട്ടെല്ല് തകർന്നതിന്റെ തീരാവേദനയേക്കാൾ അനിൽകുമാറിനെ വേട്ടയാടുന്നത് അവസാനമായി അവരെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല എന്നതാണ്. ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട അനിൽകുമാർ ഇവരുടെ സംസ്കാര സമയത്ത് ചികിത്സയിലായിരുന്നു. മകനെ നഷ്ടമായതിന്റെ വേദനയിൽ നിന്നും അനിൽകുമാറിന്റെ ഭാര്യ ജാൻസി ഇതുവരെ മുക്തയായിട്ടില്ല. ശ്രീനിഹാലിന്റെ പാവക്കുട്ടിയെ ചേർത്ത് പിടിച്ച് കരഞ്ഞ് നേരം വെളുപ്പിക്കും. ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. ചില രാത്രിയൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും. ചില സമയത്തൊക്കെ ഒറ്റയ്ക്കായ പോലെ എല്ലാം ഒന്നിച്ചങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് തോന്നും. ചില സമയത്ത് എന്തിനാണ് ദൈവം നമ്മളെ വെറുതെ വെച്ചിരിക്കുന്നതെന്ന് തോന്നും. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു 5 നിമിഷം കൊണ്ട് പോവാന്ന് പറയുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ശരീരമാകെ ബെൽറ്റുകളാണ് അനിൽകുമാറിന്റെ. ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. കൂടുതൽ സമയം ഇരിക്കാനോ നടക്കാനോ കിടക്കാനോ ആകില്ല. ശാരീരിക ബുദ്ധിമുട്ടുകളും കുടുംബത്തിന്റെ അവസ്ഥയും കാരണം വിദേശത്തെ ജോലി രാജിവെച്ചു. പക്ഷേ ഇതുവരെയും പ്രധാനമന്ത്രി അന്ന് വാഗ്ദാനം ചെയ്ത സഹായങ്ങളിൽ ഒന്നുപോലും ലഭിച്ചിട്ടില്ല. പ്രധാനമന്ത്രി വന്ന് കണ്ട് നേരിട്ട് കണ്ട് ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാവും. എന്തായാലും വന്നതല്ലേ, ഈ ദുരന്തം കണ്ട് നേരിട്ട് കണ്ടതല്ലേ, കാണുമ്പോൾ അതിൻ്റെതായ ഒരു പ്രതീക്ഷ കാര്യം നമുക്ക് ഉറപ്പ് വന്നിട്ടിരിക്കുന്നുണ്ടാവുക. ഇല്ല എന്ന് പറയുമ്പോൾ തനിക്ക് നൽകിയ സഹായ വാഗ്ദാനത്തെക്കാൾ ഈ നാടിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പാണ് പാലിക്കപ്പെടേണ്ടതെന്ന് കൊടിയ വേദനകൾക്കിടയിലും അനിൽകുമാർ പറയുന്നു. ദുരന്തമുഖങ്ങളിൽ പലയിടങ്ങളിൽ കണ്ടു മറന്നുപോകുന്ന കാഴ്ചകളിൽ ഒന്നായി മാത്രം വയനാടിനെ പ്രധാനമന്ത്രി കാണരുതെന്ന് ഈ നാട് ഒന്നടങ്കം അഭ്യർത്ഥിക്കുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. എനിക്കെന്നല്ല, ഈ വയനാട്ടിലിപ്പോൾ നമ്മൾ ആ മേഖലയിൽ നിൽക്കുന്ന ദുരന്തത്തിൽ ബാധിതരിക്കുന്ന എല്ലാവർക്കും ഇതേ ഒരു വേദനയായിരിക്കും. എന്താ വെച്ചാൽ നഷ്ടപ്പെട്ടവർ തന്നെയാണ്. ആ നഷ്ടപ്പെട്ടത് എന്തായാലും നമുക്ക് തിരിച്ച് കിട്ടൂല. പക്ഷേ ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതാ ഈ ഭാഗത്തുള്ളവർക്ക് അറിയുള്ളൂ. എന്താ വെച്ചാൽ ഒരു നാടില്ല, നാട്ടുകാരില്ല, കുടുംബമില്ല, കുട്ടികളില്ല, സുഹൃത്തില്ല, ഇന്നലെ കണ്ടവരാരൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു വേദന തന്നെയായിരിക്കും. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മരിച്ചവർക്ക് ഒന്നും അറിയണ്ട, ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്ര കഷ്ടപ്പാടാണ്. എല്ലാം പോയി. തോട്ടങ്ങളും 2-3 ഏക്കർ തോട്ടം ഉണ്ടായിരുന്നു. 10 വാഹന കട റൂമുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. മറന്നെന്ന് തോന്നുന്നുണ്ട്.